നമസ്കാരം എല്ലാ ESL പ്രേമികൾക്കും GTF വേൾഡിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. കേരള ബ്ലാസ്റ്റേഴ്സിനെ കുറിച്ചുള്ള പുതിയൊരു അപ്ഡേറ്റുമായിട്ടാണ് ഈ ഒരു വീഡിയോ ഭാഗത്ത് ഞാൻ വന്നിട്ടുള്ളത്. നേരെ വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പായി ഇതുപോലത്തെ കൂടുതൽ അപ്ഡേറ്റുകൾക്കായി ചാനൽ ഇതുവരെ ആരും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് തുടർന്ന് വരുന്ന ആ ബെൽ ബട്ടൺ കൂടെ ഇനേബിൾ ചെയ്യുക. നേരെ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. നമുക്കറിയാം, നിലവിൽ കേരള ബ്ലാസ്റ്റേഴ്സ് FCക്ക് ഒരു പരിശീലകനില്ലാത്ത സാഹചര്യത്തിൽ കേരള ബ്ലാസ്റ്റേഴ്സ് FCയുടെ മാനേജ്മെന്റ് പുതിയൊരു പരിശീലകന് വേണ്ടിയുള്ള തെരച്ചിലാണ്. അവർ നോക്കുന്നത് സാധാരണ ഒരു പരിശീലകനെ മാത്രമല്ല, നല്ല എക്സ്പീരിയൻസും അതുപോലെ തന്നെ നല്ല ഹൈ പ്രൊഫൈലുള്ള ഒരു പരിശീലകനെ തന്നെയാണ് കേരള ബ്ലാസ്റ്റേഴ്സ് FCയുടെ മാനേജ്മെന്റ് ടീമിലേക്ക് എത്തിക്കാൻ ശ്രമിക്കുന്നത്. ഇനി ഇതുപോലെ തന്നെ സീസണിന്റെ പകുതി വെച്ച് ഒരു കോച്ചിനെ റിസൈൻ ചെയ്യേണ്ട അവസ്ഥ വരാതിരിക്കാൻ നല്ലൊരു കോച്ചിനെ തന്നെയാണ് ഈ പ്രാവശ്യം അവർ നോക്കുന്നത്. വരുന്ന റൂമറുകൾ പ്രകാരം സെർജിയോ ലൊബേറെ ടീമിലെത്തിക്കാനാണ് കേരള ബ്ലാസ്റ്റേഴ്സ് FCയുടെ മാനേജ്മെന്റ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അടുത്ത 2 വർഷത്തേക്കുള്ള പ്രീ കോൺട്രാക്ട് ഇപ്പോഴേ കേരള ബ്ലാസ്റ്റേഴ്സ് FC അദ്ദേഹത്തിന് നൽകിയിട്ടുണ്ട് എന്നാണ് പറയുന്നത്. എന്തായാലും ഇനി ആ ഓഫർ അദ്ദേഹം സ്വീകരിക്കുമോ ഇല്ലയോ എന്ന് നമുക്ക് കാത്തിരുന്ന് തന്നെ കാണാം. മറ്റൊരു കാര്യം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, കേരള ബ്ലാസ്റ്റേഴ്സ് FCക്ക് ഈ ഒരു സീസണിൽ പുതിയൊരു പരിശീലകനെ എത്താനുള്ള സാധ്യതകൾ വളരെ കുറവ് തന്നെയാണ്. എന്തായാലും അടുത്ത സീസണിലേക്കാണ് കേരള ബ്ലാസ്റ്റേഴ്സ് FCയുടെ മാനേജ്മെന്റ് പുതിയ പരിശീലകനെ എത്തിക്കാൻ ശ്രമിക്കുന്നത്. അതുവരെ ഈ സീസണിൽ തോമസ് കോറസും അതുപോലെ തന്നെ TG പുരുഷോത്തമൻ തന്നെയായിരിക്കും കേരള ബ്ലാസ്റ്റേഴ്സിന്റെ അസിസ്റ്റന്റ് പരിശീലകനായിട്ടും ഹെഡ് കോച്ചായിട്ടും തുടരാൻ പോകുന്നത്. എന്തായാലും വീഡിയോ അവസാനിക്കുന്നു. ഇതുപോലത്തെ കൂടുതൽ അപ്ഡേറ്റുകൾക്കായി ചാനൽ ഇതുവരെ ആരും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് തുടർന്ന് വരുന്ന ബെൽ ബട്ടൺ കൂടെ ഇനേബിൾ ചെയ്യുക. മറ്റൊരു ദിവസമായി മറ്റൊരു അപ്ഡേറ്റുകൾ വരുന്നവരേക്കും എല്ലാവർക്കും സ്റ്റേ ട്യൂൺഡ് അവർ ചാനൽ. താങ്ക്സ് ഫോർ വാച്ചിങ്.